നമ്മളിവിടെ പാലത്തിലേക്ക് വന്നപ്പോ തന്നെ ഒരുപാട് ആളുകൾ നാട്ടുകാരൊക്കെ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ നടക്കാൻ ഇറങ്ങിയതാണോ? പേരെന്താ? സുനീർ. സുനീർ. ഞാൻ നടക്കാൻ ഇങ്ങനെ നടക്കാൻ വേണ്ടി എന്താ പേര്? സെയ്ദ് മുഹമ്മദ്. സെയ്ദ് മുഹമ്മദ്. നിങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങുന്ന? സ്ഥിരമായിട്ട് ഇവിടെ തന്നെ നടക്കും. ഈ ചേട്ടനെ പറ്റിയാണ് പറഞ്ഞത് അല്ലെ? പുഴയിൽ ആരെങ്കിലും വീണാൽ പെട്ടെന്ന് തന്നെ രക്ഷിക്കുക അങ്ങനത്തെ പരിപാടിയിൽ ചേട്ടനാണോ? സാധാരണഗതിയിൽ ചിലര് അപകടത്തിൽപ്പെടുന്നവർ ഈ പരിസരത്തെല്ലാം അപകടത്തിൽപ്പെടുന്നവർ അല്ലെങ്കിൽ നിർഭാഗ്യവശാൽ ജീവിതം അവസാനിപ്പിക്കുന്നവര് അങ്ങനെയുള്ള സംഗതികളിലെല്ലാം ഒരു അവിടെ മുങ്ങി ആളെ എടുക്കുന്ന ഒരാളാണ് ഈ സെയ്ദ് മുഹമ്മദ്. ഞങ്ങളുടെയൊക്കെ ഒരു കാരണവരാണ്. ഇക്കതെ കുറെ കാലമായോ അങ്ങനെയുള്ള? ശരിക്കും പറഞ്ഞ ഒരു രക്ഷാപ്രവർത്തനാണ് അല്ലെ? കുറെ കാലമായി ഇവിടെ. കുറെ കാലം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ അടുത്ത പ്രദേശത്തുണ്ടാവുമ്പോ ഇങ്ങനെയൊക്കെ വിളിക്കും, അറിയും, അപ്പൊ ഓടി വന്ന് എടുക്കും. ഇവിടെ ഞാൻ അവിടുന്ന് പാറാന ഭാഗത്തായിരുന്നു. അവിടുന്ന് ഇവിടെ വരുമ്പോ ഫയർഫോഴ്സും ഇവിടെയൊക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. ഉടനെ ഞാനപ്പം തന്നെ ചാടി സ്ഥലം എവിടെയെന്ന് ചോദിച്ചു, സ്പോട്ട് എവിടെയെന്ന് ചോദിച്ചാൽ അവിടെ മുങ്ങി. അവിടെ തന്നെ അപ്പം തന്നെ എടുത്തുകൊണ്ടുവന്ന് ആശുപത്രിയിൽ ചെന്ന് ഒരു 10 മിനിറ്റ് ശേഷമാണ് മരണപ്പെട്ടത്. ഞാൻ പിന്നെ പോലീസ് റിപ്പോർട്ട് വന്നപ്പോൾ 20 മിനിറ്റിന് ശേഷമാണ് മരണപ്പെട്ടതെന്നുള്ള അത്. എന്ന് പറഞ്ഞാൽ ഈ ന്യൂ ഇയറിന്റെ ഇതായതുകൊണ്ട് ഡോക്ടർമാര് ഉണ്ടായിരുന്നില്ല അവിടെ, അതുകൊണ്ട് സംഭവിച്ചാണത്. ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ വെള്ളത്തിൽ ഒരാൾ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴേ എത്ര നീന്തൽ അറിയാവുന്ന ആളാണ് രക്ഷിക്കാൻ പോകുന്നതെങ്കിലും ബലമായിട്ട് പിടിച്ച് വലിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം നമ്മളിലേക്ക് അവരുടെ ശക്തി മുഴുവൻ. അപ്പൊ അങ്ങനെ ഒരു റിസ്ക് ഉണ്ട്. അപ്പൊ അതൊക്കെ ചേട്ടൻ എങ്ങനെയാ ശ്രദ്ധിക്കുക അത്തരം കാര്യങ്ങൾ? അതുണ്ട്. അത് എന്ന് പറഞ്ഞാല് ഈ ആളെ പിടിച്ച് വലിക്കാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആളെ ചേർത്ത് കൈ അടക്കി പിടിക്കണം, എന്നാലും അത് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഏതെങ്കിലും വിധത്തിലും അല്ലെങ്കിൽ പിന്നെ മുടുക്കി പിടിച്ച് പൊക്കിക്കൊണ്ടിരണം, അങ്ങനെ സാധിക്കുള്ളൂ. എന്തായാലും നല്ലൊരു കാര്യമാണ് ചേട്ടൻ ചെയ്യുന്നത് അല്ലേ? കാരണം ഇപ്പൊ ഈ ചേട്ടൻ പറയായിരുന്നു ജീവൻ അവസാനിപ്പിക്കാൻ ഇറങ്ങുന്നവരും ചിലപ്പോ ഒരു പുതിയൊരു ജീവിതത്തിലേക്കുള്ള ഒരു തുടർച്ചയായിരിക്കും അതല്ലേ? പിന്നെ നിങ്ങളൊക്കെയോ നടക്കാൻ ഇറങ്ങിയതാ? അടിപൊളി. പേരെന്താ? ക്യാമറയോട് നല്ല വെള്ള അല്ല, ഈ ചേട്ടൻ നല്ല വെള്ള ഷർട്ടൊക്കെ ഇട്ട് രാവിലെ തന്നെ ചേട്ടൻ പാർട്ടിക്കാരനാണ്. പക്ഷെ എപ്പോഴും ഇങ്ങനെ തന്നെയാണോ വസ്ത്രം ധരിക്കുന്നത്? പക്ഷെ ഇതിങ്ങനെ കഴുകി കൃത്യമായിട്ട് ഇത്ര വെള്ളം ഒരു പൊടി പോലും ഇല്ലാതെ ഭയങ്കര പാടല്ല. വെള്ള കളറിൽ റിസ്ക് എടുക്കും, തേച്ച് റെഡിയാക്കിയാണ് ഞങ്ങൾ പോണത്. പരിപാടി ഉണ്ടാവും, തയ്യാറായിട്ടാണല്ലോ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്. അങ്ങനെയല്ല, പക്ഷെ ചിലര് മോർണിംഗ് വാക്കിനൊക്കെ ഇറങ്ങുമ്പോ വേറെ കളറൊക്കെ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഫുൾ ടൈം വൈറ്റ് മാത്രമേ ഇടൂ. ഫുൾ ടൈം എന്ന് വെച്ചാൽ പകല് എവിടെ പോയാലും ഇത് ഇടുള്ളൂ. പിന്നെ നടക്കാൻ ശരിയാണ്, ഞങ്ങള് നടക്കുമ്പോ ഒക്കെ ഡ്രസ്സ് വേറെ ഇട്ട് ബനിയനൊക്കെ ഇട്ടു. ചേട്ടന്റെ പേരും കൂടെ ചോദിച്ചിട്ട് നമുക്ക് അലി നമുക്ക്. അപ്പൊ സന്തോഷം നിങ്ങളെ കാണുമ്പോ. ഈ നാട്ടുമ്പുറത്താരെ കാണുമ്പോ ഒരു പ്രത്യേക സുഖാട്ടോ. അവിടെയും കുറച്ച് ചേട്ടന്മാര് നിപ്പുണ്ട്. പക്ഷെ നമുക്ക് വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. അതെ.